എൻ്റെ പേര് ലിൻഡോ. ഇത് ബിജന. ഞങ്ങൾ ഈ പള്ളിയിലേക്ക് വന്നിട്ട് ഏകദേശം 7 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം കഴിഞ്ഞ വർഷം ഈസ്റ്ററിൻ്റെ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വന്ന ശേഷം ഞങ്ങൾ കാണുന്നത് ഒരു അത്ഭുത ലോകം കാണുന്ന പോലെയാണ് ഞങ്ങളുടെ ഒരനുഭവം. ഏതൊരു കാര്യം എടുത്താലും അതിലൊരു പുതുമ, അതിലൊരു നന്മ പ്രത്യേകമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ തുബു, സ്നേഹാഗ്നി, സ്നേഹജ്വാല, നൈറ്റ് വിജിലുകൾ, അങ്ങനെ ഏത് കാര്യം എടുത്ത് നോക്കിയാലും നമ്മളൊരു ധ്യാനത്തിൽ കടന്നു പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഒരു ധ്യാനം കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ധ്യാനാനുഭവത്തിൽ തുടർന്ന് ജീവിക്കാൻ പറ്റുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 10-15 വർഷത്തെ പുറപ്പാട് അനുഭവത്തിലൂടെ കടന്നു വന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാനാൻ ദേശമാണ് സെയിൻറ്റ് മേരീസ് ബസവനഗർ ഇടവക. ഈ കൂട്ടായ്മയിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നപ്പോൾ തന്നെ സ്കൂൾ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതാണ്. ആദ്യമേ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഈ ദേവാലയത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഈ സ്കൂൾ കണ്ട് ഇവിടെ വന്നു, ഇവിടുത്തെ കുർബാനയിൽ പങ്കെടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ കുർബാനയിൽ പങ്കെടുക്കാൻ വന്ന ആളുകളിലാണെങ്കിലും ആരെയും പരിചയമില്ല. അവരൊക്കെ ഞങ്ങളുടെ മുഖത്ത് നോക്കി, ഞങ്ങളുടെ കണ്ണുകളിൽ നോക്കി ചിരിക്കുന്ന കുറേ ആളുകൾ. അങ്ങനെ ചിരിക്കുന്ന കുറേ മുഖങ്ങളുള്ള കുറേ മനുഷ്യരെ ഈ ഇടവക കൂട്ടായ്മയിൽ കാണാൻ പറ്റി. ഞങ്ങൾക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടായി. അതിനുശേഷം ഓരോ ദിവസങ്ങളും ഓരോ ആഴ്ചകളും കടന്നു പോകുന്നതിനനുസരിച്ച് പല പല കാര്യങ്ങൾ, ഈ തുബു എന്താണെന്ന് ഈ പേരൊക്കെ കേൾക്കുമ്പോൾ വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നും. പിന്നെയാണ് അതെന്താണെന്ന് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമേ, ഇതെന്തൊരു ബ്ലെസ്സിങ് ആണ്. ഇന്നത്തെ കാലത്ത് കുടുംബം ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ സമയമില്ല, പ്രത്യേകിച്ച് ബാംഗ്ലൂർ ലൈഫിലൊക്കെ ആകുമ്പോൾ. അപ്പം ഈ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുള്ള അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹം, അതെന്താണെന്നും ഒക്കെ പറയാനും, പിന്നെ വന്നിട്ടുള്ള വീഴ്ചകളൊക്കെ അത് നേരിട്ട് പറയാനും, അത് തുറന്നു പറയാനുള്ളൊരു വേദി ഈ ഇടവകയിൽ അച്ഛൻ ഒരുക്കി തന്നു. ദൈവം അച്ഛനിലൂടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ദൈവം പണാട്ടച്ഛനിലൂടെ ചെയ്യുന്ന പല കാര്യങ്ങൾ, അതായത് സ്നേഹാഗ്നിയുണ്ട്, സ്നേഹജ്വാലയുണ്ട്. സ്നേഹജ്വാലയൊക്കെ ശരിക്കും ഭയങ്കര അനുഭവം തന്നെയായിരുന്നു. കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മക്കളൊക്കെ നല്ല ദൈവാനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് കിട്ടാനില്ല. പക്ഷേ ഇതൊക്കെ ഈ ഇടവകയിൽ കർത്താവ് അച്ഛനിലൂടെ കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അതിനിടയിൽ കരയുക വരെ ചെയ്തു. സ്നേഹാഗ്നിയുടെ സമയത്ത് കുട്ടികൾ കരയുക വരെ ചെയ്തു. അതുപോലെ ഇവിടെ കാറ്റഗിസ് ആണെങ്കിലും അവരെടുക്കുന്ന എഫേർട്ട് ഭയങ്കരമാണ്. കുട്ടികൾക്ക് വേണ്ടി താമസിച്ചുള്ള ധ്യാനം വരെ അറേഞ്ച് ചെയ്യാറുണ്ട് എന്നൊക്കെ കേൾക്കുമ്പം അതൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ്. അതുപോലെ സി എഫ് എഫ് ഞങ്ങൾ ഒരുപാട് ഇതുപോലെയുള്ളൊരു ചെറിയൊരു സംഭവം ഞങ്ങൾ മുൻപുണ്ടായിരുന്ന സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് കുടുംബങ്ങൾ കൂടി ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ അത് കുറേ കൂടെ സ്ട്രക്ചേർഡായിട്ട് പള്ളിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് കാണുമ്പം അത് ശരിക്കും ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ ആത്മീയ മേഖലകളെ പറ്റി പറയുന്നത് പോലെ തന്നെ ഭൗതിക മേഖലകളിലും ഒരുപാട് കാര്യങ്ങൾ, സ്കൂളാവട്ടെ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ, ഏതൊരു സഹായം ചോദിച്ചു വരുന്നവർക്ക് വേണ്ട കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാത്ത ഒരു സ്ഥലം. ഇത് ശരിക്കും ഇസ്രായേലിൻ്റെ കാനാൻ ദേശം, നമ്മുടെ ദേശാബ്ദി ഗാനത്തിൽ പറയുന്ന പോലെ ഇസ്രായേലിൻ്റെ കാനാൻ ദേശം പോലെ ശരിക്കും തേനൂറുന്ന ഒരു വിസ്മയഭൂമി തന്നെയാണ് ഈ ഇടവക. ഈ ദിവസം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരോടും ചേർന്ന് ഞങ്ങൾ ഈ ദശാബ്ദി ആഘോഷിക്കുന്ന ഈ ഇടവക ജനത്തിന് മുഴുവൻ ദശാബ്ദിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്.